പ്രൊബോസീഡിയ എന്ന സസ്തിനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. മേൽചുണ്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായ അവയവമായ തുമ്പിക്കൈയുള്ള ജന്തുവർഗങ്ങളാണ് പ്രൊബോസീഡിയ. ആനകൾ സസ്തനികളാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ആനയാണ്. ഒരു ശരാശരി മനുഷ്യന്റെ 85 മടങ്ങ് ശരീരഭാരമുണ്ട് ആനയ്ക്ക്. ഏകദേശം 3.5 മീറ്റർ ഉയരവും ഉണ്ടാകും. 22 മാസമാണ് ആനയുടെ ഗർഭകാലം. ഇത് കരയിലെ ജീവികളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. ജനന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് 120 കിലോഗ്രാം ഭാരമുണ്ടാകാറുണ്ട്. ആനകൾ 70 വയസ്സുവരെയും അതിനു മുകളിലും ജീവിക്കാറുണ്ട്. തുമ്പിക്കൈ മേൽചുണ്ടും മൂക്കും കൂടിച്ചേർന്ന ഒരു അവയവമാണ്. നീളത്തിലുള്ള ഇത് ആനയുടെ ഏറ്റവും സവിശേഷമായ അവയവമാണ്. ആനയ്ക്ക് തുമ്പിക്കൈയിൽ 40,000-ൽ പരം പേശികൾ ഉണ്ടാകുമെന്നാണ് ജീവശാസ്ത്രജ്ഞർ പറയുന്നത്. ഇത് ആനയെ ചെറിയ പുൽനാമ്പുകൾ മുതൽ വലിയ ഭാരമുള്ള മരങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. വെള്ളം കുടിക്കാനായും ആന തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. ആനകൾ തുമ്പിക്കൈയിൽ 14-ൽ പരം ലിറ്റർ വെള്ളം വലിച്ചെടുത്ത് വായിലേക്ക് ഊതാറുണ്ട്. ഈ തുമ്പിക്കൈ സാമൂഹിക ജീവിതത്തിലും ആന ഉപയോഗപ്പെടുത്തുന്നു. പരിചയമുള്ള ആനകൾ തമ്മിൽ മനുഷ്യർ കൈ കൊടുക്കുന്നത് പോലെ തുമ്പിക്കൈ കുരുക്കിയാണ് പരിചയം കാണിക്കാറുള്ളത്. ആനയുടെ വായിലെ മുകളിലുള്ള 2ാം ഉളിപ്പല്ലാണ് ആനക്കൊമ്പ്. ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടേയിരിക്കും. വലിയ ഒരു ആനയുടെ കൊമ്പ് വർഷത്തിൽ 7 ഇഞ്ച് വരെ വളരും. കൊമ്പ് ആനകൾക്ക് വളരെ ഉപയോഗമുള്ള ഒന്നാണ്. മണ്ണ് കുഴിച്ച് വെള്ളമെടുക്കാനും വേരുകൾ, ധാതുലവണങ്ങൾ എന്നിവ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാനും മരങ്ങളുടെ തൊലി പൊളിച്ചെടുത്ത് കഴിക്കാനും ചില മരങ്ങൾ തുരന്ന് അകത്തുള്ള പൾപ്പ് ഭക്ഷിക്കാനും മാർഗതടസ്സമുണ്ടാക്കുന്ന മരങ്ങളും മരച്ചില്ലകളും മാറ്റാനുമൊക്കെ ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നു. വളരെ വലിപ്പം കൂടിയ തൂണുകൾ പോലെയാണ് ആനയുടെ കാലുകൾ. കാലുകൾ നേരെയുള്ളവയായതിനാൽ ആനയ്ക്ക് നിൽക്കാൻ ആയാസപ്പെടേണ്ടി വരാറില്ല. ഇക്കാരണത്താൽ ആനകൾക്ക് തുടർച്ചയായി ഏറെ നേരം ക്ഷീണമില്ലാതെ നിൽക്കാൻ കഴിയും. ആനയുടെ കാൽപാദങ്ങൾക്ക് ഏകദേശം വൃത്താകൃതിയാണ്. വലിയ ചെവികൾ ശരീര താപനില ക്രമീകരിക്കുന്നതിന് ആനയെ സഹായിക്കുന്നു. ആനയുടെ ചെവികൾക്ക് വളരെ കട്ടി കുറവാണ്. എല്ലുകൾ ഇതിലുണ്ടാവില്ല. എന്നാൽ വളരെയധികം ധമനികളും ഞരമ്പുകളും ചെവികളിലുണ്ട്. ഭക്ഷണം നാവിൻ്റെ ഉപരിതലത്തിൽ നിന്ന് വളച്ച് വശങ്ങളിലേക്ക് ഒതുക്കി പല്ലുകൾക്കിടയിലേക്ക് കൊണ്ടുപോകുന്നു. നാവിൻ്റെ നിറം ഇളം ചുവപ്പ് കലർന്ന പിങ്ക് നിറമാണ്. അസുഖമുള്ള ആനകളുടെ നാവിൻ്റെ നിറം വ്യത്യാസപ്പെട്ടിരിക്കും. ആനയുടെ നാക്കിന് 50-60 സെന്റിമീറ്റർ നീളവും 4-6 വരെ കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും. ആനകൾ സസ്യഭുക്കുകളാണ്. ദിവസത്തിൽ 16 മണിക്കൂറോളം ആനകൾ ഭക്ഷണം കഴിക്കാനായി ചിലവഴിക്കും. ഇവരുടെ ഭക്ഷണത്തിൽ 50% പുല്ലുവർഗമാണ്. കൂടാതെ ഇലകൾ, മുള, ചില്ലകൾ, വേരുകൾ, പഴങ്ങൾ, വിത്തുകൾ, പൂക്കൾ എന്നിവയും ആന കഴിക്കും. ഒരു മുതിർന്ന ആന ദിവസേന ഏകദേശം 140-270 കിലോഗ്രാം ഭക്ഷണം കഴിക്കും. തലയുടെ ഇരുവശത്തും ചെവിക്കും കണ്ണിനും ഇടയിലുള്ള കന്നപ്രദേശത്തെ കന്നക്കുഴിയിലെ തൊലിക്കടിയിലാണ് മദഗ്രന്ഥി. ഇതിൽ നിന്നുള്ള നാളി കന്നപ്രദേശത്തെ കന്നത്തുളയിലൂടെ പുറത്തേക്ക് തുറക്കുന്നു. മുതിർന്ന കൊമ്പൻ ആനകൾ കൊല്ലത്തിൽ ഒരിക്കലായി മദപ്പാട് എന്ന ഒരു അവസ്ഥയിലെത്തുന്നു. വളരെ ഉത്തേജിതമായ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച മട്ടിലുള്ള പെരുമാറ്റവും തലയുടെ വശത്തുള്ള ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന കട്ടിയുള്ള ടാർ പോലെയുള്ള ഒരു ദ്രാവകത്തിന്റെ ഒഴുക്കുമാണ് മദപ്പാടിന്റെ ലക്ഷണങ്ങൾ. ആന ഒരു സമൂഹ ജീവിയാണ്. കുട്ടി ആനകളും പിടിയാനകളുമായി കൂട്ടമായി ജീവിക്കുന്ന ഇവ ആൺ ആനകളെ പ്രായപൂർത്തിയാവുന്നതോടെ സ്വന്തം കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു. കാരണം കൂട്ടത്തിലെ പിടിയാനകളുമായി ഇണ ചേരാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരേ കൂട്ടത്തിലുള്ള പിടിയാനകളുമായി ഇണചേരുന്ന പക്ഷം വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂട്ടം കൂടി നടക്കാതെ ഒറ്റയ്ക്ക് നടക്കുകയും പ്രകോപിതനാകാനുള്ള വാസന സാധാരണയിൽ കൂടുതൽ കാണിക്കുകയും ചെയ്യുന്ന കൊമ്പനാനയെയാണ് ഒറ്റയാൻ എന്ന് വിളിക്കുന്നത്.